ഫിലിം ഗാരേജിലേക്കും സ്വാഗതം. ഇന്ന് കേരള ബോക്സ് ഓഫീസിൽ ഓടിക്കൊണ്ടിരിക്കുന്ന വിവിധ സിനിമകളെ കുറിച്ചുള്ള പ്രീസെയിൽ കളക്ഷനും ഒപ്പം തന്നെ ബുക്കിംഗ് സ്റ്റാറ്റസ്, ട്രെൻഡിംഗ് റിപ്പോർട്ടെല്ലാം തന്നെയാണ് ഈ വീഡിയോയിലൂടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. വിഷു റിലീസായിട്ട് തിയേറ്ററുകളിലേക്ക് എത്തിയ മലയാളം സിനിമകളിലെ വാശിയേറിയ പോരാട്ടം ഉണ്ടാകുമെന്ന് പ്രതീക്ഷ ഒരു പോരാട്ടമായിരുന്നല്ലോ. മമ്മൂട്ടിയുടെ ബസൂക്ക വസിസ് ആലപ്പുഴ ജിംഖാന പോരാട്ടം. എന്നാൽ ഇപ്പോഴത്തെ വെറും 3 ദിവസത്തെ കളക്ഷൻ കൊണ്ട്, ബുക്കിംഗ് സ്റ്റാറ്റസ് കൊണ്ട് തന്നെ ആലപ്പുഴ ജിംഖാന എന്ന സിനിമയ്ക്ക് അങ്ങനെ വാശിയേറിയ പോരാട്ടത്തിലേക്കൊന്നും തന്നെ പോകേണ്ടി വന്നിട്ടില്ല. സിനിമ ഒന്നാം സ്ഥാനത്ത് മികച്ച ബുക്കിംഗ് നേടിയെടുത്ത് മികച്ച പ്രീസെയിൽ കളക്ഷൻ നേടിയെടുത്ത് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നലെ മാത്രം 1,27,000-ലധികം ടിക്കറ്റുകൾ സിനിമയുടേതായിട്ട് വിറ്റഴിച്ചുവെന്നാണ് ബുക്ക് മൈ ഷോ കണക്ക്. അതേസമയം മമ്മൂട്ടിയുടെ ബസൂക്ക എന്ന സിനിമയ്ക്ക് ഇന്നലെ 47,000-ൽ പരം ടിക്കറ്റുകൾ മാത്രമാണ് ബുക്ക് മൈ ഷോ വഴി വിറ്റഴിച്ചത്. ഇനി ഇപ്പോൾ തിയേറ്ററുകളിൽ ഓടിക്കൊണ്ടിരിക്കുന്ന വിഷു ചിത്രങ്ങളുടെ ഇന്ന് ദിവസത്തിലെ ഞായറാഴ്ച പ്രീസെയിലേക്ക് വരികയാണെങ്കിൽ അവിടെയും ആലപ്പുഴ ജിംഖാന ഇന്ന് ഞായറാഴ്ച വമ്പൻ പ്രീസെയിൽ കേരളത്തിൽ നേടിയെടുത്തിരിക്കുന്നു. 1,40,00,000 രൂപയാണ് ഇന്നത്തെ സിനിമയുടെ കേരള പ്രീസെയിൽ. ഇന്ന് സിനിമ വമ്പൻ കേരള കളക്ഷൻ നേടിയെടുക്കുമെന്ന് ഉറപ്പാക്കപ്പെട്ടിരിക്കുകയാണ്. അതേസമയം മെഗാസ്റ്റാർ നായകനെ എത്തിയ മമ്മൂട്ടിയുടെ ബസൂക്ക എന്ന സിനിമയ്ക്ക് ഇന്ന് 53 ലക്ഷം രൂപ മാത്രമേ കേരള പ്രീസെയിൽ ഗ്രോസ് നേടിയെടുക്കാനായിട്ട് കഴിഞ്ഞിട്ടുള്ളൂ. ആദ്യം 1-2-3 ദിവസങ്ങളിൽ ആലപ്പുഴ ജിംഖാനയും ഒപ്പം തന്നെ ബസൂക്കയും തമ്മിലായിരുന്നു ബോക്സ് ഓഫീസ് ക്ലാഷ് പോരാട്ടമെങ്കിൽ ഇപ്പോഴത്തെ ബേസിൽ ജോസഫിന്റെ സിനിമയുമായിട്ടാണ് നിലവിൽ മമ്മൂട്ടി മത്സരിക്കുന്നത്. മരണമാസം എന്ന സിനിമയുടെ ഇന്നത്തെ പ്രീസെയിൽ നോക്കുകയാണെങ്കിൽ 38 ലക്ഷം പിന്നിട്ടിരിക്കുകയാണ്. സിനിമ പതുക്കെ മുന്നേറി വരുന്നു എന്നാണ് നിലവിലെ സ്റ്റാറ്റസ്. കളക്ഷൻ എല്ലാം തന്നെ നോക്കുമ്പോൾ മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. സിനിമ വിജയിക്കട്ടെ എന്ന് ആശംസിക്കാം. ഇതിനിടയിൽ തമിഴ് ചിത്രം ഗുഡ് ബാഡ് അഗ്ലിയുടെ ഇന്നത്തെ പ്രീസെയിലേക്ക് വരികയാണെങ്കിൽ അജിത്ത് സിനിമയ്ക്ക് ഇന്ന് 13 ലക്ഷത്തിൽ പരം കേരള പ്രീസെയിലാണ് വന്നിരിക്കുന്നത്. ഇനി പറഞ്ഞ വിഷു ചിത്രങ്ങളല്ലാതെ ഒരു സിനിമ കൂടി നമ്മുടെ തിയേറ്ററുകളിൽ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് ലാലേട്ടനെ നായകനാക്കി പൃഥ്വിരാജ് സംവിധാനം ചെയ്ത എമ്പുരാൻ എന്ന സിനിമയാണ്. ചിത്രം ആ സിനിമയുടെ 3ാമത്തെ ഞായറാഴ്ചയിലൂടെയാണ് കടന്നു പോകുന്നത്. ഇന്ന് ഞായറാഴ്ച കഴിഞ്ഞ ദിവസങ്ങളെക്കാൾ മികച്ച ദിവസമായിരിക്കുമെന്ന് നേരത്തെ തന്നെ ഉറപ്പായതാണ്. ഇപ്പോഴത്തെ അത് ശരിവയ്ക്കുന്ന ബുക്കിംഗ് സ്റ്റാറ്റസ്, കളക്ഷൻ എല്ലാം തന്നെയാണ് സിനിമയ്ക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ന് 50 ലക്ഷത്തിലേറെ 100% കളക്ഷൻ ഉറപ്പാക്കിയ സിനിമയ്ക്ക് ഇന്ന് ചില മണിക്കൂറിലെല്ലാം തന്നെ മണിക്കൂർ ടിക്കറ്റ് വിൽപ്പന 1000 കടക്കുന്നു എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട പ്രത്യേകതയായിട്ട് എടുത്തു പറയാനായിട്ടുള്ളത്. അപ്പോൾ ശക്തമായ ക്ലാഷ് റിലീസ് പോരാട്ടത്തിനിടയിലും എമ്പുരാൻ തിയേറ്ററുകൾ ഓടിക്കൊണ്ടിരിക്കുന്നു. ഇന്ന് ഞായറാഴ്ചത്തെ കളക്ഷൻ നൽകുന്ന സൂചന നാളെ വിഷു ദിവസത്തിലും സിനിമ മികച്ച കളക്ഷൻ, ബുക്കിംഗ് എല്ലാം തന്നെ നേടിയെടുക്കുമെന്നാണ്. കാത്തിരിക്കൂ ഇതുപോലുള്ള കൂടുതൽ വാർത്തകൾക്ക്.